എവിടാ? ഇവിടെ ആരും വരൂല. എന്ത് അമ്മ? ആരും വരയൊന്നുമില്ല. ആരും വരൂല. മരം മുറിക്കാൻ ആള് വരും. മരം മുറിപ്പുകാര് വരും. ഓ, മുറിക്കട്ടാ? പ്രശ്നമൊക്കെ മാറിയാ? മാറും. ഓ, തൊലി മാറും. അത് നമുക്കിത് മുറിച്ചതിന് ശേഷം വൃത്തിയാക്കാം. ചീറ്റേ മരം മുറിച്ചതിന് ശേഷം വൃത്തിയാക്കാം. നൂന്നില്ലമ്മ, നൂന്ന് നിക്ക്. ആ, കമന്നു പോയ വളഞ്ഞു പോവും. കുടിക്ക്. ചൂട് തണുപ്പിക്കാനുള്ള സമയം തരൂലല്ലോ. വരുമ്പോ അലക്കൊന്നും ചെയ്യല്ലേ. അയ്യോ അമ്മ, അവര് വരുമ്പോ അലക്കൊന്നും ചെയ്യല്ലെന്ന് കേട്ടാ. കേട്ടോ, ഒതുങ്ങി നിന്നാ മതി കേട്ടാ. ഓ ശരി. കസേര ഇരിക്കും. പോയി ചായ തണുപ്പിക്കണോ? തണുപ്പിക്കണോ? മര്യാദക്ക് ഞാൻ തണുപ്പിച്ചല്ലേ അമ്മ എപ്പോഴും തരണത്. നിങ്ങൾ എന്തിനാണ് കാണിക്കണത്? തണുപ്പിക്കാൻ സമ്മതിച്ച ഈ പ്രശ്നം തീരുവല്ലമ്മ. ചായ ഒഴിച്ചൊന്ന് തണുക്കാനുള്ള സമയം തന്നാ പോരെ? ഇവിടെ ഇരിക്കും. ആ, പിന്നെ എന്തോ ചെയ്. മതിയാ നോക്കി, ചൂട് മതിയാ നോക്ക്. അങ്ങനെ പിടിക്കല്ലേ അമ്മ. അമ്മ അങ്ങനെ പിടിക്കല്ലേ, കയ്യിൽ അഴുക്കൊക്കെ ആവും. മതിയാ? ഇരിക്കി, എന്നാലും ഇരിക്കൂല, നിക്കേ ഉള്ളൂ. ഇത് ചെയ്യാ. ഓ, എന്തമ്മ? അവര് വന്നാ? മരമുറിപ്പേര് വന്നാ? ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളെ മോൻ ഉണ്ടല്ലോ, ഞാൻ വരാം. അവിടെ ഇരിക്കുന്നു. മരം മുറിക്കാനുള്ള സാധന ജംഗമ വസ്തുവകകളുമായിട്ട് അങ്ങനെ മരമുറിപ്പാരെത്തി. അവരെത്തിയ വിശേഷം പറയാനാണ് നമ്മൾ ഓടി വന്നത്. ഇതാണ് ഒരു മരം. ഈ മരം മുറിക്കുന്നില്ല, ഇതിൻ്റെ പകുതി വെച്ച് നമ്മൾ മുറിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ കാറ്റത്ത് ഒടിഞ്ഞ് വീണ് പണി കിട്ടുവേ. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. മരം മുറിക്കാൻ തുടങ്ങിയാണ്. അവിടെ ഇരിക്കും. വരണ്ട, കുഴപ്പമില്ലല്ലോ. മുറിച്ചാലേ പറ്റുള്ളൂ. ഓ, ഇരിക്കാം. അടിപൊളി. അതിൻ്റെ പകുതി വെച്ച് വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടിട്ടോ. എന്തൊരു എടുക്കാല്ല. ഇതിന്റെ മണ്ടയിൽ ഇതേ ഒരു കുരങ്ങൻ ഇരിപ്പുണ്ട്. ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ ശോഭനയുടെ എക്കാലത്തെയും കല്ലെറിക്ക് ഒരാശ്വാസം കിട്ടാൻ പോവുകയാണ്. വേണ്ട, നിറച്ചണിച്ചൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മേളിൽ ആളിരിപ്പുണ്ട്. ഓ, അങ്ങനെയൊക്കെ വേണ്ടെന്നല്ലേ പറയണേ? അല്ല, കുഴപ്പം. ഇനി ഇവിടെ
വേറൊരു പ്രിപ്പറേഷൻ നടക്കുവാണേ. ശരിയാണല്ലേ? പിന്നെ ഇപ്പം ഇവിടെ മെഷീൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് മെഷീൻ? വേണ്ട, ഇത് കണ്ട എങ്ങനെ മുറിക്കാതിരിക്കും? അതിൻ്റെ പകുതി വെച്ചങ്ങ് വെട്ടിക്കോളാൻ പറ ചോദിച്ചാ. പകുതി വെച്ചങ്ങ് വെട്ടിക്കോ? അത് നിങ്ങൾ പിടിച്ചിരിക്കുന്നില്ലേ, അത് വെച്ചങ്ങ് വെട്ടിക്കോ? അത് മുറിച്ച് വെട്ടിക്കോ, നിങ്ങളെ മേള് വെച്ച് അങ്ങ് വെട്ടിക്കോ. കുഴപ്പമില്ല. എന്തിനു നിർത്തണം? ഇത് നമ്മുടെ ആത്തിയും കൂടെ വെട്ടുകയാണേ. വേറൊന്നുമല്ല, ഇതെല്ലാം നിന്നിട്ട് വലിയ മരമാവും. നമുക്ക് കായും കിട്ടൂല. എല്ലാവരും തിന്നുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമുക്ക് അങ്ങ് മുറിച്ച് കളയാം. അവർക്ക് മരം മുറിച്ചിടാൻ വാക്ക് വേണം. നല്ല വർക്ക് കിട്ടും. എത്ര പേര് ചോദിക്കുമെന്ന് പറയാം. മഴയും കൂടെ ആയോണ്ടേ ഉമ്മ ഇത് ആരും മുറിച്ച. പക്ഷേ ഞാൻ എൻ്റെ നമ്പറേ വെക്കുള്ളൂ. കമ്മീഷൻ എനിക്ക് വേണം. ഞാൻ ചുമ്മാ പറഞ്ഞ ചേട്ടാ, വർക്ക് കിട്ടും. അതിൽ പാവയ്ക്ക് നിൽക്കണം ചോദിച്ചാ, പതിയെ എടു ചോദിച്ചാ. അതൊരു പാവയ്ക്കത്തെ നിൽക്കണ്ട. മുഴുവൻ പാവയ്ക്കത്തെ. എത്ര 1 മണിക്കൂറായ കയറി ഇരുന്നിട്ട്? ആള് ഒരു മുമ്പ് കയറി ഇരുന്നതും പോരാ. ആള് വരുമ്പോ അവർ ഓരോ കൊമ്പായിട്ട് വളരെ സൂക്ഷിച്ചാണ് മുറിക്കണത്. കാര്യം വീടിന് കേട് വരാത്ത രീതിയിലേ കെട്ടിയിറക്കാതാണ് സമയം എടുക്കുന്നത്. ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ ഓണർക്ക് നാശനഷ്ടം വരില്ല കേട്ടോ. സ്ഥലപരിമിതി നോക്കിയത് കൃത്യമായിട്ട് തന്നെ മൂട്ടിൽ തന്നെ അവർ ഇറക്കി വെട്ടിയങ്ങ് ഇടുന്നുണ്ട്. അപ്പം അത് ഒരു വർത്താണ്. ആ പഴുത്തതല്ലേ? അത് പിതുക്കി കാണിച്ചു ഉണ്ടോ? ഇത്രയും ചക്കയിൽ ഒരെണ്ണം പോലും എനിക്കും എൻ്റെ കുട്ടികൾക്ക് ഇതിന്ന് തിന്നാൻ കിട്ടിയിട്ടില്ല. വേണ്ട, തിന്നെ നമുക്ക് കേടാ. നിങ്ങൾ ശല്യം ചെയ്യണം. അവൻ്റെ പാപ്പം തിന്നു. വേണ്ടെന്ന് പറഞ്ഞാലും വായി വെച്ച മാമ ഇതൊന്നും തിന്നിയൊന്നുമില്ല. എൻ്റെ മാമ ഇത് എൻ്റെ സഹോദരനുണ്ട്, അതുകൊണ്ടാണ് അവളെൻ്റെ മാമൻ എന്ന് പറയണം. പിന്നെ സഹോദരൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫേസ് ഈ വീഡിയോയിൽ കാണിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഫേസ് വരില്ല, എന്താണ്ട് രൂപം വരും. ഇത് പോവില്ലേ മക്കളെ? ഒന്ന് മതി. ഇതാണ്. ഇത് എല്ലാവരും ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങണം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വെറുതെ കിടക്കുന്ന നിർഭാഗ്യവശം നമ്മളത് മുറിക്കേണ്ടി വന്നു. കാര്യം 2 സൈഡ് നിൽക്കണതും വീടിനകത്ത്, ഇവിടെ നിൽക്കണതും നമ്മുടെ വീടിനകത്ത്, അവിടെ നിൽക്കണതും വീടിന് ദോഷം.
മുറിച്ചേ പറ്റുള്ളൂ. ചണ്ടൻ്റെ ബൂസത എണീറ്റ് വന്ന് പോയി ഉടുപ്പിട്ടിട്ട് വാ മക്കളെ, ഉടുപ്പിട്. ഒന്നിലിട്ടത് 2 കിട്ടാണ് ചാടികൾ. ഒന്നിലിട്ടത് താഴെയും കൂടെ വെച്ച് താഴോട്ട് കൊണ്ടുപോവാ. അതെ അതെല്ലാം വെട്ടല്ലേ വെട്ടല്ലേ വലിക്കല്ലേ വെട്ടല്ലേ. പിടിക്കല്ലേന്ന് ഓക്കെ ഓക്കെ ഓക്കെ. അല്ല അവിടെ ഇടിച്ച് നിൽക്കുകയാണ്. അവിടെ ഇടിച്ചുടക്കുന്നു. അയ്യോ ഓപ്പോ ഇതൊന്ന് ചെറുതാക്കി ഞാനല്ല. അതെ നിന്റെ മുഖം വന്ന് വേണ്ടേ
മാറ്റി മാറ്റി ഇടറേ, എനിക്ക് വെട്ടിക്കീറാള് അങ്ങനെ മോഹനക്ക് ദേഷ്യം വന്നു. ഇത് എനിക്ക് വെട്ടി അവിടെ ഇട്ടോ. എനിക്ക് വിറകിൻ്റെ പാകത്തിന് വെട്ടിക്കീറാൻ കണക്കാക്കിനാണ് ഞാൻ അവരെ കൊണ്ട് ഈ തടിയൊക്കെ മുറിപ്പിക്കണതേ. അവർ നന്നായിട്ട് നിർബന്ധിച്ച് മില്ലി കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിറകിനായിട്ട് മതി എന്ന് പറഞ്ഞു. ചോദിച്ചാ എൻ്റെ കരിയപ്പല്ല ചോദിച്ചാ ഒന്നും എടുത്ത് മാറ്റി മനുഷ്യ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെടുത്ത് മാറ്റി. അത് മതി. അപ്പോൾ പ്രതികാരദാഹിയാണ്, അവൻ പ്രതികാരം കൂടെ ചേർത്തേ ചെയ്യുള്ളൂ. ഇന്നലെ പറയണല്ലേ എൻ്റെ വീഡിയോ എടുക്കാൻ. കട്ടർ രാജേഷ് മേളിൽ കയറിയിട്ടാണ് സഹായം ചോദിക്കണം. ചെയ്യില്ലേ നിങ്ങള്? മഴ വരുന്നല്ലേ? അത് തന്നെ, അങ്ങനെ കേറിയപ്പോഴേ മഴ. പ്രൊസീജിയർ കണ്ടില്ല ഇതുവരെ. ഇതിൽ കെട്ടിക്കയറ്റി വിട്ടു കൊടുക്കോ? മതിയല്ല. നിങ്ങളുടെ മരം തീർന്ന്, മരമൊക്കെ തീർന്ന് നൂന്ന് നിക്കമ്മ. തീരാറായി. ഞാൻ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. മരം മുറിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഒരുപാട് തവണ മഴ പെയ്തേ. ആദ്യമൊക്കെ അവർ കയറി നിന്ന് മഴ തോരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി മഴ തോരത്തൊന്നുമില്ലാന്ന്. പിന്നെ അവർ മഴയത്ത് തന്നെ വയ്ക്കേണ്ടി വന്നു കേട്ടോ. മഴ തോരാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. നല്ല മഴയായിരുന്നു ഇവിടെ. ബാക്കി 2 മരങ്ങൾ ഇനി കിടപ്പുണ്ട് താനും. ഇനി അങ്ങോട്ട് വീടിൻ്റെ അളവൊക്കെ കുറയും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ്, ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റുന്നില്ല. അതിലൊക്കെ ഉപരി സമയം നല്ല താമസിച്ചു. ഇനി ഞാൻ ക്യാമറയായിട്ട് നിന്നാൽ എൻ്റെ അടുക്കള പണി നടക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ മരവേ. ഇനി ഇതും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള അയണിച്ചക്കയിൽ അയണിമരം ഒന്നല്ലല്ലോ, നമ്മളിവിടെ ആഞ്ഞിലി മരം എന്നാണേ പറയണേ. നിങ്ങളുടെ നാട്ടിലെ മരം ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ വേണ്ട എല്ലാം തീർന്നു. മാത്രം ചക്ക നോക്ക് ഗൈസ്, നമ്മുടെ തറ മുഴുവൻ കിടക്കുന്ന കോലം കണ്ടിട്ട് നല്ല വിഷമം വരുന്നുണ്ട്. കാരണം ഒന്നത് തിന്നാൻ കിട്ടാത്ത സാധനം, തിന്നാനുള്ള സാധനം ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വിഷമം. പക്ഷെ നമുക്ക് മുറിച്ചേ പറ്റുള്ളൂ. കാരണം അത് നിന്ന ലെവൽ മനസ്സിലായി കാണുമല്ലോ. നാളെ വീടിന് അത് ഭീഷണിയാണ്. ഇതാണ് നമ്മുടെ ടെറസിന്റെ മേളിൽ വരെ എത്തിക്കൊണ്ടിരുന്ന സാധനം. ഇവിടെ ഫുള്ള് കേട്ടോ, ഭയങ്കര ചൂടായിരിക്കും. അയ്യോ, കണ്ട തറ മുഴുവൻ അപ്പൊ അതേ എല്ലാവരും ഒതുക്കി പോവാനുള്ള തിരക്കില് സാധനങ്ങളൊക്കെ എടുത്തതേ കയറ്റുക. ഇല്ല നമ്മുടെ ഫ്രണ്ടിലോട്ടൊന്ന് പോവാവേ. അമ്മയുടെ സ്ഥിരം ചക്ക തരുന്ന ആ മുണ്ടപ്ലാവിനെ മുറിച്ചു. പകുതിയെ മുറിച്ചുള്ളൂ, മുഴുവനും മുറിച്ചില്ല.
വേണ്ട ചക്കകളൊക്കെ കിടക്കുന്നുണ്ട്. ഷോബൂസ് ഇങ്ങോട്ട് വന്നില്ല. വന്നിട്ടാണ് ഇപ്പൊ ഒരു വിളിയും ബഹളമൊക്കെ കേൾക്കുക. അയ്യോ എന്റെ ചക്കേ. വേണ്ട, ഈ മരം നമുക്കൊരു പണിയൊക്കെ തന്നു. ഇതിലൊരു ചക്ക വീണിട്ട് ലൈൻ തണ്ട, ഈ ലൈൻ കമ്പി പൊട്ടി. അങ്ങനെ KCB വന്നു, ഫൈൻ കിട്ടി. കോമഡി ആയിരുന്നു മൊത്തത്തില്. വേണ്ട, മുഴുവൻ മുറിച്ച് മാറ്റി വെച്ചേക്കുക. അപ്പൊ ഇനി ബാക്കി ഇപ്പൊ പുറകെ വരാം, ഞാൻ ഡീറ്റെയിൽസ് പറയാവേ. ഷോബൂസിന്റെ ശല്യം പെടുത്തിക്കൊണ്ടിരുന്ന മരത്തിനെ ഈ പരുവത്തിലാക്കി. വേണ്ട, അവിടെ ഇപ്പം മരം ഇല്ല, ഫുള്ള് മുറിച്ച്. ചക്കയൊക്കെ കഴിഞ്ഞോ? മരം മുറി കഴിഞ്ഞു. അപ്പൊ എല്ലാരും പോകും. അപ്പൊ എല്ലാരും കാണാൻ വേണ്ടി എല്ലാരും വെട്ടി ഇല്ല പൈസ കൊടുത്തില്ല. അപ്പൊ അത് പറയണ്ടേ? വാ. അങ്ങനെ എല്ലാ വാരി ഒതുക്കലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോവാണ്. നന്നായിട്ട് എല്ലാ പേരും സപ്പോർട്ട് ചെയ്തു കേട്ടോ. കാരണം ഈ മുറിച്ച മരങ്ങളും ശിഖരങ്ങളും ഒക്കെ എല്ലാം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അവർ വാരിക്കൊണ്ടിട്ടേ. അവന് മുഴുവൻ ചക്കയഞ്ഞ് ഒത്തറിയും പറ്റി മുറിപ്പിച്ചേ. ഒന്നും തിന്നാൻ കൂടെ കിട്ടിയില്ലേ. കരയണ എന്തിനാ നിങ്ങള്? നീ തറീന്റെ അടുത്ത് വിറ്റാ? എനിക്കാ, ഞാൻ വിറ്റൊന്നും ഇല്ല. നിങ്ങള് വാ വാ. എനിക്ക് ചക്ക എന്തേനി? ചക്ക വേണ്ടേ? ഞാൻ ചക്ക അടുത്ത് അവിടെ വയ്ക്കണം. അല്ല, അപ്പൊ ഈ ചക്കയൊന്നും എടുക്കണ്ട, നമുക്ക് കറി വെക്കാൻ വേണ്ട. ചക്ക അടുത്ത് നീ ചത്തി കൂട്ടാൻ പറ്റി കിടക്കണണ്ട ഒരു ചക്ക. ഇങ്ങോട്ട് വാ. നിങ്ങൾ നൂന്ന് നടാ. നടക്കേ. ഇത് കണ്ട ചക്കകൾ കിടക്കണണ്ട. നോക്ക്. മിണ്ടായിരിക്കട്ടോറെ. ഇത് കണ്ട ചക്കകൾ കിടക്കണണ്ട. ചക്കകളൊക്കെ കിടക്കണം. ഞാൻ ഒന്നും അടത്ത് വിറ്റില്ല. അതാ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കുതോണ്ട. അവിടെയൊക്കെ 5-6 കിടക്കണം. 5-6 എത്ര ഉള്ളു കിടക്കണണ്ട. ഒന്നും അടത്ത് വിറ്റിട്ടില്ല. ചക്ക മേളം അവിടെ ഇത് വെച്ച് കെട്ടിയല്ലേ തിളുക്കാതിരിക്കാൻ. അപ്പം നമ്മുടെ പ്ലാവ് മുറിച്ചിട്ട് നല്ല രേറ്റ പണി തന്ന പ്ലാവാണിത്. സംഭവം കണ്ടോ, ഇവിടെ വയറു പോയിട്ടുണ്ടായിരുന്നു, സർവീസ് ലൈൻ. അപ്പം അവര് നന്നായിട്ട് എന്നാ മുറിച്ചത്, കയറ് കെട്ടിയൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരുപോലെ ചക്ക ഉണ്ടായിരുന്നു. ആ ചക്കയില് അത് 1-2 അല്ല കേട്ടോ, ഒരുപാട് ചക്ക ഉണ്ടായിരുന്നു. ചവിട്ടിയത് മാത്രം ഓർമ്മയുണ്ട്. അത് നേരെ തെറിച്ച് ഈ സർവീസ് ലൈനിൽ വന്ന് വീണ് ഇത് പൊട്ടി. KCB വന്ന് അവരെ കെട്ടി, ഫൈൻ കിട്ടി, എല്ലാം കഴിഞ്ഞു. അയ്യോ അങ്ങനെ ഇവിടെ ഫുൾ ഓഫ്. ഇനി നമ്മൾക്ക് ജോലി തന്നെ. ഇത് എവിടം തൊട്ട് തുടങ്ങുമെന്നാണ് ഒരു പിടിയില്ല. അതിന്റെ കടിയിൽ വാഴയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വെട്ടിക്കീറി തരോ? എനിക്ക് അറിഞ്ഞൂടാ, എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചില്ല വെട്ടിക്കരുത്. പിന്നെ ചെറുപ്പത്തിൽ എന്താണ് പഠിപ്പിച്ചത് നിങ്ങളെ ചെറുപ്പത്തില്? ചെറുപ്പത്തില് എന്തെങ്കിലും ഈ കൊടാലി വെട്ട എല്ലാം പിന്നെ എന്താണ് ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്? എന്താണോ ഒന്ന് പറഞ്ഞു തന്നാണ്. എന്നെ ഒന്നും പഠിപ്പിച്ചില്ല. ചോറ് വെക്കാൻ പറഞ്ഞാൽ പറയാൻ ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ല. തൂത്തുവരാൻ പറഞ്ഞാൽ ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ല. തുണി എഴുതാൻ പറഞ്ഞാൽ ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ല. ഒന്നും ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ല. തള്ളിയിട്ടടിക്കാൻ മാത്രം ചെറുപ്പത്തിൽ പഠിപ്പിച്ചു. ഇതിന് മാത്രം ചെറുപ്പത്തിൽ പഠിപ്പിച്ചു. കുറേ ദിവസത്തേക്ക് നമുക്കിനി വിറവായി, നിറച്ച് വിറവുണ്ട്. ഇനിയിപ്പൊ ഇതില് നമുക്ക് ഉണക്കി സെറ്റ് ചെയ്യേണ്ട പാടേ ഉള്ളൂ. ഓടപ്പറന്നാനുണ്ട്. അതില് എന്റെ സഹോദരനുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുന്നവര് കണ്ടുപിടിക്കട്ടോ, ഫേസ് വെച്ചിട്ട്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിലോ. ഇനി നമുക്ക് ശോഭനയുടെ കല്ലറി എന്തായിന്ന് കാണണ്ടേ? വാമ്മ. കിടക്കണോണേ. ഒരുപാട് കിടക്കണം. പക്ഷെ എല്ലാം വിളയണ്ടേ. നീ പറ്റിക്കേറി എടുത്തു ഉറക്കി കൂട്ടാൻ വെക്കണം. കൂട്ടാനല്ല, ഇത് വറുത്താല് കുയിന്ന് പോയില്ലേന്നെങ്കിൽ വറക്കായിരുന്നു. കുറച്ച് എണ്ണയും വേണം. അതൊരു ഇത് ഇത്രയൊക്കെ കുത്തിയിരുന്ന് ഇറുക്കാം അമ്മ. നോക്കട്ട്, നാളെ പറ്റുമെങ്കിൽ കുത്തിയിരുന്ന് ഇറുക്കാം. സമയം കൂടെ വേണ്ടേ? വേണ്ട. ഈ വിരുന്ന് കിടക്കണം. ശോഭനെ ശല്യം ചെയ്താ
തടി ഇതാ കിടപ്പുണ്ട്. നല്ല തടിയായിരുന്നു കേട്ടോ, നല്ല ഊക്കിനുള്ള തടിയായിരുന്നു. അവര് നന്നായിട്ട് നിർബന്ധിച്ച് കൊടുക്കാൻ, അതായത് അറപ്പ് കടയിൽ കൊടുക്കാനായിട്ട് ഇവരെല്ലാം വിളിച്ച് അറേഞ്ചൊക്കെ ചെയ്തേനെ. പക്ഷെ നമ്മൾ കൊടുത്തില്ല. കാര്യം വിറക് നമ്മളിപ്പോൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട്. നമ്മൾ സാധാരണ എല്ലാ മാസവും നമ്മൾ പോയി വിറവെടുക്കും, ഒന്നും അറിയണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വിറവില്ല. ഈ ആൾക്കാർ ഗ്യാസിന് സ്ട്രഗിൾ വന്നപ്പോഴത്തേക്കും എല്ലാരും ബെല്ലിൽ പോയി സീറ്റ് മാറ്റിട്ട് വേറെ ഒരു സീറ്റ് വാങ്ങിച്ചിട്ടെങ്കിൽ കൊള്ളായിരുന്നു. വാങ്ങിച്ചിടാമ്മ. ചിമച്ചക്കന്ന് ഓ ഷീറ്റിടാം എല്ലാം ഷീറ്റിടാം. അങ്ങനെ മരം കൊണ്ടുള്ള പ്രശ്നം അമ്മയ്ക്കും ഈവൻ ഇനി അയൽക്കാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ശീമച്ചക്കയും എല്ലാവരുടെ വീട്ടിലും വീഴും, അവർക്കും നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ആർക്കും ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ അതങ്ങ് തീർന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ പറമ്പ് കിടക്കുന്ന കോലം കണ്ടല്ലോ അല്ലേ? അടുത്ത വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ പറമ്പ് ഇങ്ങനെ ആയിരിക്കില്ല, ഫുൾ ഓഫ് ചേഞ്ച് വന്നിരിക്കും. അത്രയും മാൻ പവറാണ് ഇവിടെ. നമ്മളെല്ലാരും കൂടെ എഫേർട്ട് ഇട്ട് പറമ്പ് നീറ്റാണ്. നമുക്ക് പറമ്പ് ഇങ്ങനെ കിടക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റൂല. പിന്നെ അടുത്ത വേറൊരു പണി എന്ന് പറയുന്നത്, ഒരു കൊമ്പ് വീണൊരു ഷീറ്റ് ഒന്ന് ചപ്പിയിട്ടുണ്ട്. പക്ഷെ അത് അമ്മയ്ക്ക് ബാധിക്കുന്ന കാര്യമല്ല, എങ്കിൽ പോലും അതങ്ങ് മാറ്റണം. അത് ഇനിയിപ്പോൾ അതാണ് അടുത്ത ജോലി. മഴ വിലയില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊരു പാടാ. കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വന്നു കേട്ടോ. ഇവിടെയൊക്കെ വാഴയൊക്കെ ഉണ്ടായിരുന്നു, രസകദളി വാഴ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ തേൻവരിക്ക പ്ലാവാണ്, നല്ല പേയ്മെന്റ് കൊടുത്ത് മേടിച്ചതാ. അവന്റെ മൂടനങ്ങി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മുടെ എന്താ ഇതൊക്കെ ഉണങ്ങിയാലേ തീയത്തിക്കാൻ പറ്റുള്ളൂ. വെട്ടിക്കറി നിനക്ക് തീയത്തിക്കാം. നിങ്ങൾ വെട്ടിക്കീറ്? ഞാൻ വെട്ടിക്കീറുമല്ല, എനിക്കറിഞ്ഞൂടാ. നമുക്ക് അവിടുത്തെ മരം കാണാം. അമ്മ അത് പറക്കി ഇട്ടേക്കണതല്ല, അമ്മ അത് മരത്തിന്ന് വീണതാണ്. അത് അവര് എടുത്തോണ്ട് പോയപ്പോ ഇവിടെ കിടക്കണം. ഇതുമാത്രം ഷീമച്ചൊക്കെ എനിക്കാണെങ്കിൽ സങ്കടം വരണം. ഞാൻ ഒന്ന് വിളയണത് നോക്കി ടെറസിന്റെ മേളിൽ നിൽക്കുമായിരുന്നേ ഒരെണ്ണം തിന്നാനായിട്ട്. പക്ഷെ നമുക്ക് അത് പാടാണ്, കാര്യം ബുദ്ധിമുട്ടാണ്. ഇത് പോകെ പോകെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു മരം മുറിക്കാൻ നമ്മളോട്ട് പാട്. ഇത് തന്നെ മുറിച്ചപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടെ. ഞാൻ ഇവിടെ ഫുള്ള് ക്ഷീമിച്ചക്ക ഇല്ലേ, വിളഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏത് വിളഞ്ഞത് ഏത് വിളയാത്തെന്ന് അറിയാത്തതുകൊണ്ട് നമുക്കിനി പറക്കാനും പറ്റൂല. എനിവേ ഇതൊന്നും പറക്കി മാറ്റിയില്ലല്ലേ അവര് എല്ലാം. പിന്നെ നമ്മുടെ ഞാൻ അവന് സഹോദരന്റെ കെയർ ഓഫിലാണ് മരമുറി വന്നത്. അപ്പൊ ഞാൻ അവനോട് എടുത്ത് പറഞ്ഞിരുന്ന് ഫുള്ള് കട്ട് ചെയ്ത് നമുക്ക് പറയുന്നിടത്ത് കൊണ്ട് മാറ്റി ഇട്ട് തരണം, ചില്ലകൾ ഒതുക്കി തരണം, എല്ലാം പറഞ്ഞിട്ട് പാവം അവരെല്ലാം ചെയ്തു. അപ്പൊ അത് ഭയങ്കര. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മരമുറി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അവരുടെ നമ്പർ തരാം. അവർക്ക് അങ്ങനെ കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ ഒന്നും ഇല്ല. എൻ്റെ സഹോദരനോട് പറയും, അവൻ്റെ കുറച്ച് കൂട്ടുകാർ ബാച്ചുണ്ട്, അവരൊന്ന് മുറിക്കും, അങ്ങനെയാണ്. പക്ഷെ നല്ല വൃത്തിക്കായിട്ട് ചെയ്യും, വൃത്തിക്കും വെടുപ്പിനും ചെയ്യും. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, മരമൊക്കെ മുറിച്ചിട്ടിട്ട് ക്ലീൻ ആക്കി വച്ച് എല്ലാം അടുക്കി പറക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ആക്കേണ്ട പാടേ ഉള്ളൂ. അപ്പോൾ ഇതോടെ നമ്മുടെ നിവർന്നില്ലമ്മ. അങ്ങനെ ഇതോടെ നമ്മുടെ മരം മുറി ചടങ്ങ് അങ്ങ് തീർന്നു. ഞാൻ കരുതി ശോഭന സീരിയസ് ആവും. ഇന്നലെ രാത്രിയൊക്കെ പറഞ്ഞൊക്കെ കേട്ടപ്പോ ഞാൻ പേടിച്ചു. വേണ്ട, വെട്ടോ തീരാ. ഓ പൊന്ന് ശോഭന, പോയി ജോലി ചെയ്യണ കാര്യം എന്നോട് പറയരുത്, ഞാൻ കൊന്നാലും ചെയ്യില്ല. ആരോ ഇടയ്ക്ക് ഏതോ ഒരുത്തി പറയുന്നിട്ട് ഞാൻ ഉടായിപ്പാണ്, ഒരു ഒരുത്തിയല്ല സോറി കേട്ടോ, ഒരു ലേഡി പറയുന്നിട്ട് ഞാൻ ഉടായിപ്പാണ്. ഇടയ്ക്കൊരു വീഡിയോയിൽ പറയണായിട്ട് ശോഭന ഒരു നേരം വെറുതെ ഇരിക്കൂല, ഇടയ്ക്കൊരു വീഡിയോയിൽ പറയണായിട്ട് ശോഭന എപ്പോഴും വെറുതെ ഇരിക്കും എന്ന് പറയുന്നത്. ഞാൻ ഈ ശോഭന ഒരു നേരം വെറുതെ ഇരിക്കൂല എന്ന് പറഞ്ഞത്, ശോഭന ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ പോലെ വിറകൊക്കെ വെട്ടിക്കീറി പൂച്ചൊക്കെ വാരി ഓരോന്ന് ചെയ്യൂന്നല്ല ഉദ്ദേശിച്ചത്. ചവർ എപ്പോഴും പറക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. അതിനെ ഞാൻ ഉടായിപ്പാണ്, അവരെ വെച്ച് പൈസക്ക് വേണ്ടിട്ട് ഓരോ നമ്പർ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. ഗോതേടല്ല, നെവർ മൈൻഡ്. എന്തരമ്മ ഈ ഇതെല്ലാം പറക്കി മാറ്റണം, നിങ്ങളുടെ ജോലിയാണ് ഇതെല്ലാം. പറക്കി ബക്കറ്റിലാക്കുക, കൊണ്ട് തട്ടുക, ചെയ്യൂലേ? അതൊക്കെ നമ്മൾ കാണിച്ചു തരും. ഡിസ്പോസിബിൾ പ്ലേസ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ ചെയ്യൂലേ? ചെയ്യോ? നീ കാണിച്ചെന്നാ ഞാൻ കൊണ്ട് തരാം കേട്ടോ. ചീമച്ചക്ക പറക്കണ ജോലി അമ്മയ്ക്കാണ്. കാര്യം ഇത് തുറപ്പയിൽ തീരൂല, പിന്നെ പറക്കിക്കൊണ്ടിരിക്കാൻ എനിക്കിട്ട നേരമില്ല. ചേട്ടനാണെങ്കിൽ അത്രയും വാരി ഒതുക്കാൻ ജോലി കിടക്കണം. അപ്പൊ ഇനി ഇത് ക്ലീൻ അത് കെട്ടാം. അത് ഈ മരം മുറിക്കാൻ നേരത്തെ അശ കഴിച്ചു കളഞ്ഞത്. ഇനി മരം മുറിക്കാനുണ്ട്, അവിടുത്തെ തെങ്ങ് മുറിക്കാനുണ്ട്, നടയിലെ പ്ലാവിന്റെ ഒരു കൊണ്ട മുറിക്കാനുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ അടുത്തതുപോലെ ഒരു ദിവസം അവരെ വിളിച്ച് ചെയ്യണം. വരിക്ക പ്ലാവിന്റെ
റോട്ടിലോട്ട് നിക്കണ കമ്പിയില്ലേ അതങ്ങ് വെട്ടണം. അതുപോലെ അതിരി പാടാണ്. റോഡിലോട്ട് ആയതുകൊണ്ട് വണ്ടിയൊക്കെ നോക്കണം. അപ്പൊ അതുകൊണ്ട് അത് സമയം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നിർത്താം. ടാറ്റ പറയൂ. നീ ആ പൊച്ചക്കയറെടുത്ത ആശയട്ട് കേട്ടാ പോയി അങ്ങോട്ട് പോയി. ഇവിടെ നമ്മുടെ ലക്കടീരെയും മിക്കടീരെയും ഒക്കെ കൂടുതൽ ഇങ്ങോട്ടാക്കി. ഇതിന്റെ ഇടയിലാണ് ഇരുന്നതേ. അപ്പൊ അവിടെ വിറക് വാരി വെച്ചേക്കുന്നത്. ഇനിയിപ്പോ ഈ വിറകിനെ ഞാൻ പതിയെ വെട്ടി ഇതിനെ ഇവിടെ വെച്ച് തന്നെ ഉണക്കാൻ പാകത്തിന് വെട്ടി ചെറുതാക്കും ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇത് വെട്ടി തീർന്നിട്ടേ ഇനി അവരെ കൂടെടുത്ത് അവിടെ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചു ഷോബൂസിന് കൂട്ടിന്.